CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസിനെതിരെ കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർച്ച്. അധികാരത്തിലെത്തിയാൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരെടുത്തു പറഞ്ഞ് കണക്ക് തീർക്കുമെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ചെറുപ്പശ്ശേരിയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമാക്കി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ. മിനി സിവിൽ സ്റ്റേഷനും ടൂറിസം കേന്ദ്രവും ആധുനിക റോഡുകളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി. പ്ലാൻ തയ്യാറാക്കിയത് 20 വർഷത്തെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട്. മുണ്ടൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പമ്പിന് സമീപം 2 ലോറികൾ കൂട്ടിയിടിച്ചു. ഭീമനാട് വടശ്ശേരിപ്പുറത്തെ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രകന് പരിക്ക്. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC വക്താവ് സന്ദീപ് വാര്യർ. UDF അധികാരത്തിലെത്തിയാൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും പേരെടുത്തു പറഞ്ഞ് കണക്ക് തീർക്കുമെന്നും എല്ലാ പോലീസുകാരുടെയും പേര് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും സന്ദീപ് മണ്ണാർക്കാട് പറഞ്ഞു. ഞങ്ങൾ ഒരു കണക്കും മറക്കാൻ പോകുന്നില്ല, ഒരു കണക്കും ബാക്കി വെക്കാൻ പോകുന്നില്ല. ഇത് മുഴുവൻ ഞങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇത് മുഴുവൻ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നേരെ, KSUക്കാർക്ക് നേരെ, യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ ഇതുപോലെയുള്ള അക്രമം കാണിച്ച ഓരോ പോലീസുകാരന്റെ പേരും ഞങ്ങളൊരു ഡയറി എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസുകാരെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. നിന്നെയൊക്കെ 6 മാസം കഴിഞ്ഞാൽ എവിടെ ഇരുത്തണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കാൻ പോവാം. ഒരു സംശയവും വേണ്ട. പിണറായി വിജയന്റെ ഈ അനുഗ്രഹവും പിണറായി വിജയന്റെ ഈ സംരക്ഷണവും ഒക്കെ തീരാൻ വേണ്ടി പോവുകയാണെന്ന കാര്യം പോലീസ് മനസ്സിലാക്കിയാൽ മതി. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറെ പേരെടുത്തു പറഞ്ഞ് സന്ദീപ് വാര്യർ താക്കീത് നൽകി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഈ അഹങ്കാരവും നിങ്ങളുടെ ഈ ധാർഷ്ട്യവും നിങ്ങളുടെ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ എക്സസീവായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ കാണിക്കുന്ന ഈ അക്രമോത്സുകതയുണ്ടല്ലോ, ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ അധികാര പ്രമത്തതയുണ്ടല്ലോ, ഇതിനൊക്കെ ആയുസ് എന്ന് പറയുന്നത് ഇനി കേവലം 6 മാസക്കാലം കൂടി മാത്രമാണെന്ന് കേരളത്തിലെ പോലീസിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുക. ഇത് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിനെ കൊണ്ട് എന്ത് പണിയെടുപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന UDF ഇവിടെ അധികാരത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. ആ കാലത്ത് ഈ ഇടിയന്മാരായിട്ടുള്ള പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന, സാധാരണക്കാരെ ദ്രോഹിക്കുന്ന പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് തയ്യാറാകും. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു വനിതാ അഭിഭാഷകയോട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മോശമായി പെരുമാറിയെന്ന ആരോപണവും സന്ദീപ് വാര്യർ ഉന്നയിച്ചു. നാട്ടുകൽ SHO ആയിട്ടുള്ള ഹബീബുള്ള ആ മണ്ണാർക്കാട്ടെ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ്. എവിടെ CCTV ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ നാട്ടുകൽ SHO ഈ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ്, പച്ചത്തെറി പറയുകയാണ്, ആക്രോശിക്കുകയാണ്, അപമര്യാദയായി പെരുമാറുകയാണ്. ഈ വനിതാ അഭിഭാഷക പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അന്വേഷണം വന്നു. CCTV ദൃശ്യങ്ങളിൽ ഹബീബുള്ള വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഷൊർണൂരിലെ DYSP കേസ് അന്വേഷിച്ചു. ഷൊർണൂരിലെ DYSP പറഞ്ഞു, അവൻ ചെയ്തത് അക്രമമാണെങ്കിലും, അവൻ ചെയ്തത് തെറ്റാണെങ്കിലും സബോർഡിനേറ്റ് ആയി പോയില്ലേ, അവന്റെ കരിയർ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ ഹബീബുള്ളയെ രക്ഷിക്കുന്ന റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇതാ സംഭവിച്ചത്. പോലീസ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. പാലക്കാട്ടെ SP ശ്രദ്ധിക്കണം, പാലക്കാട്ടെ പോലീസ് ഏമാന്മാർ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ അടിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹബീബുള്ള ഇപ്പോഴും നാട്ടുകളിൽ SHO ആയിട്ട് വരസുകയാണ്. പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഒരു കണക്കും ഞങ്ങൾ മറക്കില്ലെന്നും സന്ദീപ് ആവർത്തിച്ചു. പ്രതിഷേധ പരിപാടിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പിണറായിയുടെ പോലീസ് നല്ല നിലക്ക് പെൻഷൻ വാങ്ങി പിരിഞ്ഞുപോകില്ലെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ്. ഞാൻ ഇന്ന് വാർത്ത കണ്ടുകൊണ്ട് വരികയാണ്. നാട്ടുകളിൽ ഇപ്പോ ഏതോ ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുക്കാൻ പോയി ചെന്ന സമയത്ത് ആ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? നിന്റെ സ്ഥാപനം അടച്ചുപൂട്ടും, നിന്റെ സ്ഥാപനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന് കള്ളക്കേസെടുത്ത്
നിന്റെ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടുമെന്ന് SHO ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്ത് തോന്നിവാസമാണിത്? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ മാന്യന്റെ ഇവിടെ ഇരിക്കുന്ന SHO എന്ന് പറയുന്ന ഹബീബുള്ളയുടെ മാന്യത എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങൾക്ക് ഹബീബുള്ളയോട് പറയാനുള്ളത്, നിന്റെ ഈ ആവേശവും നിന്റെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നിന്റെ ഈ പുറപ്പാടുമൊക്കെ ഉണ്ടല്ലോ, ഈ കാക്കിയുടുപ്പിട്ടവന്റെ അഹങ്കാരം ഉണ്ടല്ലോ, പാവപ്പെട്ട ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഇവിടുത്തെ നാട്ടുകൽ SHOയുടെ അഹങ്കാരം ഉണ്ടല്ലോ, അതിനി ആയുസ് എന്ന് പറയുന്നത് കേവലം 6 മാസം മാത്രമാണെന്ന് ഹബീബുള്ള മനസ്സിലാക്കിയാൽ മതി. 6 മാസം മാത്രം. ഇത് പറഞ്ഞിട്ട് പോകുന്നത് ആരാണെന്ന് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോകുന്നതല്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കാണുന്ന സമയത്ത് വല്ലാതെ ചൊറിച്ചിലുണ്ടെങ്കിൽ, വല്ലാതെ ചൊറിച്ചിൽ ഹബീബുള്ളയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന മുന്നറിയിപ്പാണ് നൽകാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ പ്രവർത്തകരെ കാണുമ്പോൾ മൂപ്പർക്ക് വല്ലാത്ത ആവേശ കള്ളക്കേസ് എടുക്കാൻ. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയത്. CJ രമേശ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. KG ബാബു, ഹബീബുള്ള, K വേണുഗോപാൽ, സിഗപത്തുള്ള, P മുരളീധരൻ, തങ്കം മഞ്ചാടിക്കൽ, മണികണ്ഠൻ വടശ്ശേരി, ശശി ഭീമനാട്, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനിച്ചിത്തൊടി നന്ദി അറിയിച്ചു. CCN ചെത്തലൂർ. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സാധാരണക്കാർക്കും പൊതുപ്രവർത്തകർക്കും നേരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട നിയമപാലകർ നിയമലംഘകരായി മാറിയിരിക്കുന്നുവെന്നും ജനമൈത്രി പോലീസല്ല ജനമർദ്ദക പോലീസാണ് കേരളത്തിലുള്ളതെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നതായും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. കോട്ടപ്പടി തിരൂർ റോഡിൽ നിന്നാരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. ശക്തമായ നടപടിയുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം പ്രസിഡന്റ് AP ഷെരീഫ്, ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൽ, ട്രഷറർ KP സവാദ് എന്നിവർ മാർച്ചിൽ നേതൃത്വം നൽകി. CCN മലപ്പുറം. ചെർപ്പളശ്ശേരിയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമാക്കി നഗരസഭ മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ, ടൂറിസം കേന്ദ്രം, ബൈപ്പാസ്, ആധുനിക റോഡുകൾ, ഷോപ്പിംഗ് സെന്റർ, ബസ് ടെർമിനൽ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ ഉൾപ്പെടുന്ന അടുത്ത 20 വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മാസ്റ്റർ പ്ലാനാണ് പ്രസിദ്ധീകരിച്ചത്. ചെർപ്പളശ്ശേരി നഗരസഭ LSGD പ്ലാനിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് നഗരസഭ അടുത്ത 20 വർഷത്തേക്കുള്ള പദ്ധതി രേഖയായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനവും ഗതാഗത മേഖലയിലെ നവീകരണവും വഴി പ്രാദേശിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ സാമൂഹിക വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ അവസാന കാലത്ത് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയാൻ കാരണം അവരെ മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ കുറേ മുന്നേറ്റം തപശിക്ക് നടത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വരുന്ന കാലത്തേക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ എത്ര മാലിന്യങ്ങൾ ഉണ്ടായാലും സംസ്കരിക്കാൻ കഴിയുന്ന ഇപ്പോഴുള്ള ജൈവമാലിന്യങ്ങളും അജൈവമാലിന്യങ്ങളും എല്ലാം സീവേജും എല്ലാം സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലം ഈ മാസ്റ്റർ പ്ലാനിൽ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം, ഇത്രയൊക്കെ സൗകര്യമുള്ളൊരു മാസ്റ്റർ പ്ലാൻ നമ്മൾ പ്രസിദ്ധീകരിച്ചു. ഇതിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയുള്ളത്. അത് ഏറ്റെടുക്കാനും സമീപഭാവിയിൽ അതിനാവശ്യമായ DPRകൾ തയ്യാറാക്കാനും അത് ഏറ്റെടുക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഗാർഹികം, വാണിജ്യം, വ്യവസായം, ഫ്യൂച്ചർ അർബൻ സോൺ, ഇൻഡസ്ട്രിയൽ മിക്സ് സോൺ, ടൂറിസം ഡെവലപ്മെന്റ് സോൺ, നെൽകൃഷി, കരകൃഷി തുടങ്ങിയ 16 മേഖലകളാക്കി തിരിച്ചാണ് മാസ്റ്റർ പ്ലാനിന്റെ നിർദ്ദിഷ്ട ഭൂപടം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളും പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. വിവിധ സോണുകളായി തിരിക്കുമ്പോഴും
പ്രധാനപ്പെട്ട റോഡുകൾക്ക് ഇരുവശവും 8 മീറ്റർ റോഡ് വീതിയെങ്കിലും ലഭിക്കുന്ന പ്ലോട്ടുകളിലും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും മാസ്റ്റർ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ടൗണിനോടൊപ്പം തൂത, കാറൽമണ്ണ, പന്നിയംകുറിശി, എലിയപ്പറ്റ, കരുമാനാംകുറിശി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകൾ കൂടി വാണിജ്യ സോണുകളായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് കരട് രേഖ. സോണുകൾ വേർതിരിക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഭാവിയിൽ പൊതു സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും സമാധാനപൂർണമായ ജീവിതത്തിനും സഹായകരമായ രീതിയിലാണ് മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിലും വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് നഗരസഭാ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാലക്കാട് റോഡിൽ കാക്കാത്തോട് പാലത്തിന്റെ സമീപത്തു നിന്നും ആരംഭിക്കുന്ന തോടിന് അരികിലൂടെ ഒറ്റപ്പാലം റോഡ്, EMS റോഡ് എന്നിവ കടന്ന് ഞാറക്കോട് കളം, ആനപ്പറമ്പ് എന്നിവയ്ക്ക് സമീപത്തു കൂടി മഞ്ചക്കല്ലിൽ എത്തിച്ചേരുന്ന വിധത്തിലുള്ള ഒരു ബൈപ്പാസ് മാസ്റ്റർ പ്ലാനിലെ വിവിധ നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഒറ്റപ്പാലം റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിർദ്ദേശിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പിംഗ് സെന്റർ ഉൾപ്പെടുന്ന ബസ് ടെർമിനൽ ഈ മാസ്റ്റർ പ്ലാനിലെ പ്രധാന പദ്ധതികളിലൊന്നാണ്. കുട്ടികളുടെ പാർക്ക്, തിയേറ്റർ, കഫ്റ്റീരിയ എന്നിവയെല്ലാം ഇതിന്റെ മറ്റു പ്രധാന ആകർഷണങ്ങളാണ്. ഇതുകൂടാതെ കച്ചേരിക്കുന്ന് PWD റെസ്റ്റ് ഹൌസിന് സമീപത്തായി കമ്മ്യൂണിറ്റി ഹാൾ, മിനി സിവിൽ സ്റ്റേഷൻ, സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഭൂമിയിൽ ഒരു ടൗൺ പാർക്ക്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള ബസ് സ്റ്റാൻഡിനെ ബസ് ബേ ആക്കി വിപുലപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തൂത പെട്രോൾ പമ്പിന് സമീപം വഴിയാത്രക്കാർക്കുള്ള ട്രക്ക് പാർക്കിംഗ് സെന്റർ, കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരകത്തോട് ചേർന്ന് വള്ളുവനാട് കൾച്ചറൽ സെന്റർ, നഗരസഭയോട് ചേർന്ന് മാലിന്യ സംസ്കരണത്തിനായി ആധുനിക സംവിധാനങ്ങൾ, വിശാലമായ നഗരസഭാ കോംപ്ലക്സ്, കാറൽമണ്ണ ചീനക്കപ്പാറയെയും തൂതപ്പുഴയെയും ബന്ധപ്പെടുത്തി പ്രത്യേക ടൂറിസം സെന്റർ, ഒറ്റപ്പാലം റോഡിന് സമീപം നിർദ്ദിഷ്ട ബൈപ്പാസിനോട് ചേർന്ന് മലിനജല ശുദ്ധീകരണ സംവിധാനം, വീട്ടിക്കാട് കുന്നിനോട് ചേർന്ന് മാനസിക ഉല്ലാസ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ എന്നിവയാണ് മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ. നഗരത്തിലെ പ്രധാനപ്പെട്ട 25ഓളം റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നതിനായി പ്രത്യേക നിർദ്ദേശവും ഇതോടൊപ്പം മൊത്തത്തിൽ ഗതാഗത സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രധാന ജംഗ്ഷനുകളുടെ വിപുലീകരണവും മാസ്റ്റർ പ്ലാനിലെ പദ്ധതികളാണ്. നമ്മുടെ റോഡുകളൊക്കെ നല്ല റോഡുകളാവണം എന്ന നിലയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നല്ല റോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈവേ സമാനമായ നെല്ലായ ചെർപ്പശ്ശേരി റോഡുണ്ട്, മുണ്ടൂർ തൂത റോഡുണ്ട്. ബാക്കി എല്ലാ റോഡുകളും ഭേദപ്പെട്ട വീതിയിൽ ഉണ്ടാവുന്ന രീതിയിൽ എല്ലാവരോടും ചർച്ച നടത്തി എല്ലാ റോഡുകളും നന്നാക്കി പോകുന്ന രീതിയിലുള്ള വീതി ആവശ്യമായ രീതിയിലാണ് ഈ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുമായി ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ വന്ന് സംശയ നിവാരണം വരുത്തേണ്ടതും ആക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന രീതിയിലുള്ള അതിനുള്ള ആക്ഷേപം സ്വീകരിക്കുന്ന അവസ്ഥ കൂടി ഇപ്പോൾ നിലവിൽ ഉണ്ട്. അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. കൂടാതെ പൊതുജനങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും എല്ലാ ബുധനാഴ്ചകളിലും നഗരസഭയിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതായും ഇതിൽ ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ലഭിക്കുന്നതാണെന്നും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ 21 മുൻപായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. കാലാകാലങ്ങൾ ആയിട്ട് ഇനി വളർച്ച കൈവരിക്കേണ്ട ഒരു നഗരമാണ് ചെർപ്പുളശ്ശേരി. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാവുന്ന, ഇനി വരുന്ന വാഹന പെരുപ്പത്തെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മെല്ലെ കണ്ട് റോഡുകൾ വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ നമ്മൾ ഏകദേശം 25ഓളം റോഡുകൾ തെരഞ്ഞെടുത്തിട്ട് അതിന്റെ വീതിയെല്ലാം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ടൗൺ പ്ലാനിംഗ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഒരു മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന ദിവസം മുതൽ ആ മാസ്റ്റർ പ്ലാൻ പ്രാബല്യത്തിലാണ്. നീ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ബിൽഡിംഗ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് പുറമെ മാസ്റ്റർ പ്ലാൻ കൂടി ബാധകമാണ്. മാസ്റ്റർ പ്ലാനിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്താ പറയുക ഇവിടെ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ആൾറെഡി അവരുടെ പ്രതിനിധികളുമായിട്ടെല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് പ്രസിദ്ധീകരിച്ച ശേഷവും നമ്മൾ ഈ ലൈസൻസുകളുടെയൊക്കെ പ്രതിനിധികളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരെ ഇതിന്റെ കാര്യഗൗരവം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വേണം ഇനി പ്ലാനുകളും മറ്റും നഗരസഭയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് പരമാവധി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ റോഡ് വീതിയാണെങ്കിലും പദ്ധതികളാണെങ്കിലും ക്രമീകരിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KT പ്രമീള, സഫ്ന പാറക്കൽ, സാദിഖ് ഹുസൈൻ, നഗരസഭാ സെക്രട്ടറി VT പ്രിയ,
ടൗൺ പ്ലാനർ VP ദീപ, ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ M ശരത് ശങ്കർ, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ KV ജഗദാംബിക ദേവി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കടമ്പഴിപ്പുറം വായില്യംകുന്ന് പമ്പിന് സമീപം 2 ലോറികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ആർക്കും പരിക്കില്ല. പാലക്കാട് ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കേബിൾ കയറ്റിയ ലോറിയും ചെർപ്പുളശ്ശേരിയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിൽമയുടെ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. സ്ഥലത്തെത്തിയ ശ്രീകൃഷ്ണപുരം പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു. ഈ പാതയിൽ അടുത്തിടെ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഇതേ സ്ഥലത്ത് ലോറികൾ കൂട്ടിയിടിച്ച അപകടമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും തിരുവാഴിയോട് ജംഗ്ഷനിൽ ബൈക്കിന് പിന്നിൽ കാറിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. CCN കടമ്പഴിപ്പുറം. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം P. നന്ദകുമാർ MLA നിർവഹിച്ചു. ഇൻഡോർ കോർട്ട്, മൾട്ടിപർപ്പസ് കോർട്ട്, സ്വിമ്മിംഗ് പൂൾ, മഡ് ഫുട്ബോൾ കോർട്ട് തുടങ്ങിയവയാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവാരമുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കി മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ കായിക നയത്തിന് രൂപം നൽകിയിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയത്തിനകത്താണെങ്കിൽ ഷട്ടിലും ബോൾ ബാഡ്മിന്റനൊക്കെ കളിക്കാം. നമുക്ക് ബോൾ ബാഡ്മിന്റൺ മുമ്പത്തെ പോലെ ഇപ്പോൾ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ബോൾ ബാഡ്മിന്റൺ ഉണ്ട്. മത്സരങ്ങളൊക്കെ നടക്കുന്നത് വടക്കേ മലബാറിലൊക്കെ വ്യാപകമായി തോതിലേക്കുണ്ട്. നമ്മളിവിടെ ബോൾ ബാഡ്മിന്റൺ ആദ്യം, പിന്നെ ഷട്ടിലൊക്കെ വന്നത്. അത് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ശരി, ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി കളികളൊക്കെ കുറെ കഴിഞ്ഞാൽ ഈ ട്രാക്കിനും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിനൊക്കെ കുറച്ച് കേട് വരും. അപ്പൊ ആര് മെയിൻറ്റെയിൻ ചെയ്യും? അത് വളരെ ഒരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് എടപ്പാൾ സ്റ്റേഡിയം. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയി. ആ സ്റ്റേഡിയം ആകെ തകർന്നിരിക്കുന്നു. ചടങ്ങിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് പുഴക്കര, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. അജയൻ, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ P. പ്രിയ, കൂടാതെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനും പ്രൊഫഷണൽ കായിക രംഗത്തെ മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുമുതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക വകുപ്പ് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം ഉയർന്നത്. CCN മലപ്പുറം. ഭീമനാട് വടശ്ശേരിപ്പുറത്ത് ബൈക്കും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. നാട്ടുകൽ പുത്തൂർ കിഴക്കാടൻ വീട്ടിൽ ഷാഫിക്കാണ് പരിക്കേറ്റത്. കാറിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ച് മറിയുകയായിരുന്നു. ഷാഫിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ചെത്തല്ലൂർ. പൂക്കോട്ടുകാവ് വിനീത് സ്വാതന്ത്ര്യ പരിചരണ കേന്ദ്രത്തിലേക്ക് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസിന്റെ ഉദ്ഘാടനം നടന്നു. K. പ്രേംകുമാർ MLA ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു.
പാലിയേറ്റീവ് സൊസൈറ്റി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല. 2012 വിനീഷ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ചുമതലയിൽ ശ്രീശൂരം ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാളായിരുന്നു ഞാൻ. സ്വാഭാവികമായും ഇവിടുത്തെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ MLA എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഇതിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന സുനിലേട്ടനോട് പാലിയേറ്റീവിന് ഒരു ആംബുലൻസ് നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഇവിടെ ആംബുലൻസ് എന്ന നിലയിൽ നമുക്ക് വകയിരുത്താൻ MLA എന്ന നിലയിൽ ഉദ്ദേശിച്ചത്. ഈക്കോ വാഹനമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. 10 ലക്ഷം തികച്ചു വരില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും തീർത്താലും MLA ഫണ്ടിൽ നിന്ന് 16,60,000 രൂപ ചെലവഴിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. കൂടാതെ ഇതിന്റെ ഇന്റീരിയർ വർക്കുകൾക്കായി ജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപയോളം പിരിച്ചെടുത്തു. ചടങ്ങിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ആഷിഫ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ K. ജയദേവൻ, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, പാലിയേറ്റീവ് പ്രസിഡന്റ് വള്ളൂർ രാമകൃഷ്ണൻ, സെക്രട്ടറി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റും പണ്ഡിതനുമായിരുന്ന കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരുടെ 9ാമത് ഉറൂസ് മുബാറക്ക് പള്ളിക്കുന്നിലെ മുഹ്കിഖുൽ ഉലമ നഗറിൽ നടന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും പണ്ഡിതരും ചടങ്ങിൽ പങ്കെടുത്തു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ല നിലപാടിന്റെ ഉടമയായി മുന്നിട്ട് ജീവിതത്തിന്റെ അവരുടെ ചെറുപ്പം മുതൽ തന്നെ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടു. അത് തഹ്സീലിന് ശേഷം തഅലീമുമായിട്ടും തദ്രീസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഇൽമിന്റെ ഈ ലോകത്തായിക്കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യാതുള്ളത് ഒരു വലിയൊരു തൗഫീഖ് തന്നെയാണ്. അങ്ങനത്തെ വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവர்கள். അത് തന്നെയാണ് ഈമാൻ ഉണ്ടായിത്തീരുക, ആ ഈമാനിനെ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്ന അമലുകൾ ഉണ്ടായിത്തീരുക. ആ നിലക്കൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകപ്പെടുകയും ചെയ്താൽ അവരെന്തായിത്തീരും? അല്ലാഹു അവനെ ഉയർത്തും, ദറജാത്ത് പല സ്ഥാനങ്ങൾ കൊടുത്തിട്ടായിരിക്കും. സ്വാഗത സംഘം ചെയർമാൻ C. മുഹമ്മദ് കുട്ടി ഫൈസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടക്കാട് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ മൗലീദ് സദസ്സിന് നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായിരുന്നു. സ്വീകരണം നൽകുന്ന, അവരെ സ്വാഗതം ചെയ്യുന്ന സൗഹൃദത്തിന്റെ മണ്ണാണ് കേരളം. ആ കേരളത്തിൽ പോലും വിഷവിത്തുക്കൾ പാകാനുള്ള ബോധപൂർവമായ കുടില തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ, ഐക്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇസ്ലാമിക സമൂഹത്തിനാകണം എന്ന് സാന്ദർഭികമായി ഉസ്താദിന്റെ ഓർമ്മകളിൽ കുമരമ്പത്തൂർ ഉസ്താദ് അതിനുവേണ്ടി നിലക്കൊണ്ടതാണ്. എന്നും ഉലമാവും ഉമറാവും ഒന്നിച്ചു പോകണം, വളരെ ശക്തമായ പ്രയാണം ഉണ്ടാവണം. എനിക്ക് വളരെ അടുത്തുള്ള ഒരു അനുഭവം ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഉസ്താദാണ് കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ. ഈ വർഷത്തെ മുഹഖീഖുൽ ഉലമ കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ സ്മാരക അവാർഡ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സമസ്ത ഉപാധ്യക്ഷൻ ഷൈഖുന നെല്ലായ MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ സമ്മാനിച്ചു. തിരുപ്പിറവിയുടെ സ്നേഹമദിനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണാർത്ഥം ജില്ലയിലെ സഹോദര സമുദായത്തിലെ 100 പ്രഗൽഭർക്ക് പ്രവാചക ജന്മദിന വിശേഷാൽ പതിപ്പും സ്നേഹമദിനവും നൽകുന്നു. SKSSM പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആപ്പാടത്തിന് നൽകി നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. ചടങ്ങിൽ അലവി ഫൈസി കുളപ്പറമ്പ്, P. വാപ്പു മുസ്ലിയാർ, കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു.
വലിയുദ്ദീൻ ഫൈസി വാഴക്കാടിന്റെ നേതൃത്വത്തിൽ നടന്ന നൂറെ അജ്മീർ ആത്മീയ സദസ് ശ്രദ്ധേയമായി. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധമുള്ളവരാണ്, പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മഹാന്റെ പ്രധാന പ്രവർത്തനം എന്തായിരുന്നു? ദീനിനെ പഠിപ്പിക്കുക. കൊട്ടത്തറ കോളേജ്, നന്ദി കോളേജിൽ, പിന്നെ ഇവിടെ ഓർമ്മല പല കോളേജുകളുണ്ട്. പ്രധാന കിതാബുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജോലിയായിരുന്നു മഹാനവർ. ആ മഹാനവറുകളുടെ മക്കളാണ് മക്കള് ഇവരൊക്കെ വിലമാക്കളാണ്. വിലമാക്കൾ 10 എന്നാൽ ഞാൻ പറയുന്നു, മഹാനവറുകൾ 10 മക്കളല്ല. മഹാനവറുകളുടെ ശിഷ്യന്മാരൊക്കെ മഹാനവറുകളുടെ മക്കളാണ്. വല്ലതീന അൽഹത്തിനാഹും ദുരിയാത്തിന് പറഞ്ഞ ആയത്തിന്റെ സൃഷ്ടിയിൽ അത് നോക്കി മനസ്സിലാവും. മഹാനവറുകൾ പഠിപ്പിച്ചതായിട്ടുള്ള യഥാർത്ഥ മക്കൾ ആരാണ്? യഥാർത്ഥ വാപ്പ ആരാണ്? ഇന്ന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ്. സുഹൈൽ റഹ്മാനി സ്വാഗതവും പി അബൂബക്കർ ഫൈസി നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചക്കോട് കുന്നുംപുറം അങ്കണവാടി പാലക്കാട് ജില്ലയിലെ ആദ്യ AC അങ്കണവാടിയായി മാറുന്നു. 18 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം N. ഷംസുദ്ദീൻ MLA നിർവഹിക്കും. 15/9/2025 വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ശ്രീ ഷംസുദ്ദീൻ അവറുകൾ രാവിലെ 10 മണിക്ക് നിർവഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അംഗനവാടികളെല്ലാം സ്മാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെങ്കര പഞ്ചായത്തിൽ 22 അംഗനവാടികളാണ് നിലവിലുള്ളത്. അതിൽ 4 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലാണ്. ഈ കുന്നുംപുറം അംഗനവാടിയും കഴിഞ്ഞ 2 വർഷത്തോളമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 3 അംഗനവാടികൾക്കാണ് നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുന്നുംപുറം അംഗനവാടി പരിപൂർണമായി പൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അംഗനവാടികളൊക്കെ സ്മാർട്ട് ആകുമ്പോൾ അതിനും ഒരു പടി മുൻപിലോട്ട് കുന്നുംപുറം അംഗനവാടി എയർ കണ്ടീഷൻ ചെയ്ത പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ അംഗനവാടിയായിട്ട് മാറുന്നുണ്ട്. ഞങ്ങളെ പുഞ്ചക്കോട് വാർഡിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു വലിയൊരു അഭിമാനമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ 1-2 അംഗനവാടികളൊക്കെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ അംഗനവാടിയാണ് കുന്നുംപുറം സ്മാർട്ട് അംഗനവാടി. അപ്പോൾ ആ ഒരു ആഘോഷത്തിൽ, ആ ഒരു ഉദ്ഘാടന വേളയിൽ എല്ലാ മാധ്യമ പ്രവർത്തകരെയും എല്ലാ നാട്ടുകാരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വരണം. നാളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ വരുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ ആകർഷമായ സമ്മാനങ്ങൾ കൂടി നാളെ അവിടെ വിതരണം ചെയ്യുന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങളും നൽകും. 18 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA N. ഷംസുദ്ദീൻ നിർവഹിക്കും. CCN മണ്ണാർക്കാട്. കൂട്ടുകാരിയുടെ ദുരിതമറിഞ്ഞപ്പോൾ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവൾക്ക് ഓണസമ്മാനമായി നൽകിയത് സ്വന്തമായൊരു വീട്. പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2003-2004 അധ്യയന വർഷം SLC പഠിച്ചിറങ്ങിയ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഈ കൂട്ടായ്മയ്ക്കു പിന്നിൽ. 531 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സ്നേഹഭവനം നിർമ്മിച്ചത്. ചീരട്ടാമലയിൽ നടന്ന ലളിതമായ ഗൃഹപ്രവേശന ചടങ്ങിൽ വീടിന്റെ താക്കോൽ അധ്യാപകരായ മനോജ് വീട്ടുവേലിക്കുന്നേൽ, KY മിനി എന്നിവർ ചേർന്ന് കൈമാറി. പരിപാടിയിൽ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ആൻഡ്രൂസ് K. ജോസഫ്, ഭവന നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ VT അബ്ദുൽ ഹക്കീം, T. റഫീഖ്, P. മുഹമ്മദ് ഷഫീഖ്, AS വിഷ്ണു, KT ഹന്നത്ത്, MK ഷഫീഖ്, U. സുദിൻ, P. സജ്ന, T. ലിജി, P. ശ്രീനി, PP മുബാറക് എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിനെതിരെ കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർച്ച്. അധികാരത്തിലെത്തിയാൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരെടുത്തു പറഞ്ഞ് കണക്ക് തീർക്കുമെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ചെറുപ്പശ്ശേരിയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമാക്കി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ. മിനി സിവിൽ സ്റ്റേഷനും ടൂറിസം കേന്ദ്രവും ആധുനിക റോഡുകളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി. പ്ലാൻ തയ്യാറാക്കിയത് 20 വർഷത്തെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട്. മുണ്ടൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പമ്പിന് സമീപം 2 ലോറികൾ കൂട്ടിയിടിച്ചു. ഭീമനാട് വടശ്ശേരിപ്പുറത്തെ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രകന് പരിക്ക്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു.
നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.